السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمصنفين والمفسرين والعلماء والفقهاء والأئمة كلهم أجمعين. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير واختم بالسعادة آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ് നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും പാപങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട അടിമകളാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം ഖൈറാവുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരണം ഖൈറാവുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് മരണപ്പെട്ടു അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളോടൊപ്പം ചേരാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു തആല എല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫായി കൊടുത്ത് അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ വീട്ടിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവസാന പത്തിലേക്ക് പ്രവേശിച്ച പരിശുദ്ധ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറക്കപ്പെട്ട് നരകമോചനം ലഭിച്ച് റമദാൻ മാസത്തോട് സന്തോഷത്തോടെ ഇവിടെ പറയുന്ന മുത്തഖീങ്ങൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഖൈറും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. പ്രത്യേകിച്ചും ആ ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട അശാന്തി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കി നമുക്കും ആ ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും മക്കൾക്കുമൊക്കെ അള്ളാഹു തആല സന്തോഷവും റാഹത്തും സലാമത്തും ആഫിയത്തും അമാനും അമ്നും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ ജോലികളിലും നമ്മുടെ ധനത്തിലും നമ്മുടെ കുടുംബത്തിലും നാം ചെയ്യുന്ന അഴമാലുകളിലും നമ്മോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകി നാം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും നമ്മുടെ ഹലാലുകളാം മുറാദുകളെല്ലാം പൂർത്തീകരിക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നോമിന്റെ കമാലിനെ സംബന്ധിച്ച, പൂർണ്ണതയെ സംബന്ധിച്ച. ഏതൊരമലും അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് സുന്നത്തുകൾ പാലിക്കൽ കൊണ്ടാണെന്ന് ഇന്നലെ ഞാൻ ഉണർത്തുകയുണ്ടായി. നോമിനെ സംബന്ധിച്ചും നിരവധി സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാന സുന്നത്താണെന്നല്ലേ നമ്മൾ പറഞ്ഞത് അത്താഴം കഴിക്കുക എന്നത്. അത്താഴം കഴിക്കുന്ന സമയത്ത് ആ അത്താഴത്തിൽ നിന്ന് വിരമിക്കേണ്ട സമയം പറഞ്ഞു. സുബ്ഹി ബാങ്കിന്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് വിരമിക്കണമെന്നും അത്താഴം കഴിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ അത്താഴ സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ മാ കസബത്ത് എന്ന ദിക്ർ 7 പ്രാവശ്യം പറയണമെന്നും അവന്റെ ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്നും ഇന്നലെ ഞാൻ ഉണർത്തുകയുണ്ടായി. അതോടുകൂടെ തന്നെ അത്താഴ സമയത്ത് മറ്റൊരു സുന്നത്താണ് സുഗന്ധം പുരട്ടുക. അത്താഴ സമയത്ത് സുഗന്ധങ്ങൾ പുരട്ടൽ സുന്നത്തുണ്ട്. ആ സുഗന്ധത്തിന്റെ വാസന നേരം വെളുത്ത ശേഷം ബാക്കിയായാലും വിരോധമില്ല. എന്നാൽ നോമ്പുകാരൻ പകലിന്റെ സമയത്ത് സുഗന്ധം പുരട്ടാൻ പാടില്ല. അത് കറാഹത്താണ്, നോമ്പിന്റെ പൂർണ്ണതയെ നഷ്ടപ്പെടുത്തും. പല ആളുകളും നോമ്പുകാലത്തും ജുമുഅക്ക് വേണ്ടി വരുമ്പോൾ സുഗന്ധം പുരട്ടി വരുന്നത് കാണാം. നോമ്പുകാലത്ത് അത് സുന്നത്തില്ല. അതുപോലെ തന്നെ അത്താഴ സമയം വളരെ പ്രധാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് പ്രത്യേകമായി വർഷിക്കുന്ന സമയമായതുകൊണ്ട് അത്താഴ സമയത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക, ദിക്റുകളോ മറ്റോ ചൊല്ലുക, അത് വളരെ പുണ്യമുള്ളതാണ്. തഹജ്ജുദ് നിസ്കാരം ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാലോ. ഉറങ്ങി ഉണർന്ന ഉടനെ നിസ്കരിക്കുന്ന സുബ്ഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. ഉറങ്ങാതെയും തഹജ്ജുദ് നിസ്കരിക്കാം എന്ന് മാലിക് മദ്ഹബിലുണ്ടെങ്കിലും നമ്മുടെ മദ്ഹബിൽ ഉറങ്ങിയതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്.
ആ നിസ്കാരം നമുക്ക് അത്താഴ സമയത്ത് നിസ്കരിക്കാം. നിസ്കാര ശേഷം എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യാം. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന നല്ല സമയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായ അടിമകളെ അല്ലാഹു തആല പ്രശംസിച്ചതും സ്തുതിച്ചതും കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു ഇല സമായി ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും. ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹ് ഇറങ്ങുക എന്നല്ല, അള്ളാഹ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവനല്ല. അള്ളാഹു ഇറങ്ങുക എന്നാണ് അള്ളാഹിന്റെ പ്രത്യേകമായ ഒരു തിരുനോട്ടവും റഹ്മത്തും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. എപ്പോഴാണ് വാപ്പം ഇറങ്ങല്? ഹീന യബുക്കാ സുലുസുൽ ആഖിറു മിനൽ ലൈലി, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുമ്പോൾ. രാത്രി നമ്മൾ മൂന്നായി ഭാഗിച്ചാൽ അതിൽ അവസാനത്തെ ഭാഗം 12 മണിക്കൂറോളം രാത്രി, അതിനെ 3 മണിക്കൂറായിട്ട് നമ്മൾ വീതിക്കുകയാണെങ്കിൽ 4 മണിക്കൂർ വീതം ഉണ്ടാവും. അപ്പൊ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നത് 5:30 മണിക്കാണെങ്കിൽ 4:30, 3:30, 2:30 ഉണ്ടോ, 2:30 മണി മുതൽ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം. ആ സമയമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം. അത് അവശേഷിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഇനായത്ത്, ദർശനവും അള്ളാഹുവിന്റെ പ്രത്യേക തിരുനോട്ടവും അവന്റെ റഹ്മത്തും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. മാത്രമല്ല ഫയുനാദി, അള്ളാഹു തആല വിളിച്ചു പറയും, വിളിച്ചു ചോദിക്കും, അലാ ദാഇൻ, ഈ സമയത്ത് ദുആ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉജീബ് ലഹു, ഞാൻ അവനിക്ക് ഉത്തരം ചെയ്യും. അലാ മുസ്തഗ്ഫിരിൻ, ഈ സമയത്ത് എന്നോട് പൊറുക്കലിനെ മാപ്പിനെ തേടുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഫഅഗ്ഫിർ ലഹു, അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കും. അലാ മുസ്തഈദിൻ, ഈ സമയത്ത് എന്നോട് അഭയം തേടുന്നവൻ, കാവലിനെ തേടുന്നവനുണ്ടോ? ഫതഅവ്വദ് ലഹു, ഞാൻ അവനിക്ക് കാവൽ നൽകും. അലാ മുസ്തർദിക്കിൻ, ഈ സമയത്ത് എന്നോട് റിസ്ക്കിനെ, ഭക്ഷണത്തിനെ തേടുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഫർസുഖഹു, ഞാൻ അവനിക്ക് ഭക്ഷണം നൽകും. ഇങ്ങനെയെല്ലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദിഖും മസ്തൂക്കുമായ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി ലഉറഫൻ, തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. യുറാ ളുഹൂറുഹാ മിൻ ബുത്തൂനിഹാ ബുത്തൂനുഹാ മിൻ ളുഹൂരിഹാ, അതിന്റെ പുറഭാഗം ഉള്ളിൽ നിന്നും ഉൾഭാഗം പുറഭാഗത്തു നിന്നും കാണപ്പെടുന്നു പറഞ്ഞാൽ അകത്തിരിക്കുമ്പോൾ പുറത്തേക്കും പുറത്തിരിക്കുമ്പോൾ അകത്തേക്കും കാണപ്പെടുന്ന വിധത്തിലുള്ള ഒരു കൊട്ടാരം, സ്ഫടികത്തിന്റെ, നല്ല ഗ്ലാസുകളൊക്കെ ഇട്ട നല്ല സ്ഫടികത്തിന്റെ ഒരു കൊട്ടാരം സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഫഖാല അഅറാബിയൻ, സദസ്സിലുണ്ടായിരുന്ന ഒരു അറാബി ചോദിച്ചു, യാ റസൂലല്ലാഹി ലിമൻ ഹിയ, അള്ളാഹുവിന്റെ റസൂലെ, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്, ആർക്ക് വേണ്ടിയാണ് അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് ചോദിച്ചു. അപ്പൊ മഹാനരായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 4 കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് ഈ കൊട്ടാരം എന്നാണ്. ആ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അവർക്ക് തന്നെ കൊട്ടാരം കിട്ടും. ഏതാ 4 കാര്യം? കാല, തങ്ങൾ പറഞ്ഞു, ലിമൻ ത്വയ്യബൽ കലാമ, സംസാരത്തെ നന്നാക്കുന്നവൻ, നല്ല നല്ല വാക്കുകൾ പറയുന്നവൻ, ഏവർക്കും സ്നേഹവും സന്തോഷവും നൽകുന്ന വിധത്തിലുള്ള സൗമ്യമായ നിലക്ക് നല്ല സംസാരം സംസാരിക്കുന്നവൻ, ദേഷ്യപ്പെട്ടുകൊണ്ടോ അനാവശ്യമായ വാക്കുകളോ പറയാതെ നല്ല നല്ല ശുദ്ധമായ വാക്കുകൾ മാത്രം പറയുന്നവൻ. രണ്ടാമത്തവൻ വാദാമ സിയാമ, നോമ്പിനെ പതിവാക്കിയവൻ, എപ്പോഴും ഇങ്ങനെ നോമ്പ് വെച്ചുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച നോൽക്കും, വ്യാഴാഴ്ച നോൽക്കും. ഞാൻ നിൽക്കും നോക്കുമ്പോൾ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം നോമ്പ് വെക്കും. ഇങ്ങനെ നോമ്പിനെ പതിവാക്കുന്ന ചില മഹാന്മാരുണ്ട്, അവർക്കുള്ളതാണ്. മൂന്നാമത്തേത് വാത്തുഅമത്ത് ആമ, ഭക്ഷണം നൽകുന്നവർക്ക്. ഭക്ഷണം നൽകുക എന്നുള്ള വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. വിശന്നവർക്കും വിശപ്പുള്ളവർക്കും ആവശ്യമുള്ളവർക്കും അശരരുമായ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്നത് വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കിൻ,
മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവനും അതിന് പ്രോത്സാഹനം നൽകാത്തവനും ദീൻ തന്നെ നിഷേധിക്കുന്ന കള്ളനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നഊദുബില്ലാ. ഭക്ഷണം നൽകുക എന്നത് വലിയ ഉന്നതമായ സംഗതിയാണ്. ആ ഉന്നതമായ കാര്യം ചെയ്യുന്നവർക്കുമുള്ളതാണ്. നാലാമത്തതോ വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറക്കിലാവുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കുമുള്ളതാണ്. അതാണ് തഹജ്ജുദ് നിസ്കാരം. റമളാനിൽ ജനങ്ങൾ ആ സമയത്ത് ഉറങ്ങുന്നവരാവില്ലെങ്കിലും സാധാരണയിൽ ജനങ്ങൾ ഉറങ്ങുന്നവരാകുന്ന സമയത്ത് രാത്രി നിസ്കരിക്കുന്ന ആൾ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ, അത്താഴ സമയം എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന ആൾ, ആ നിസ്കരിക്കുന്ന ആൾക്കും ഈ കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് അള്ളാഹുവിന്റെ മുത്ത് ഹബീബ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ഒരു ദുആ അവിടെ നടത്തുക. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും വഇദൻ ദബഹത ബിലൈലത്തിൻ ഫതഹജ്ജദ, നീ രാത്രി ഉണർന്നാൽ തഹജ്ജുദ് നിസ്കരിക്കണം. വസ്തഗ്ഫിറൻ ലിൽ മുഅ്മിനീന വഅമില, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ. സ്വന്തം കാര്യം ചിന്താവാതെ നമുക്ക് ശരിയല്ല. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ, പടച്ചവനെ ഞങ്ങൾക്കും മുഅ്മിനീങ്ങളായ മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണ്ട. സ്വന്തം കാര്യം മാത്രം പറയരുത്, മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടുക. വഅഅ്വില, നീ കരയണം എന്നാ പറഞ്ഞു. ദോഷങ്ങളും മറ്റും ഓർത്ത് ദുആ ചെയ്തുകൊണ്ട് നീ കണ്ണുനീരൊലിപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ടവർ തന്റെ ആ ബേത്തിലൂടെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ രാത്രി അത്താഴ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അത്താഴ സമയത്ത് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ ഒന്ന് ശുദ്ധിയാക്കി മിസ്വാക്ക് ചെയ്യുകയും പല്ലിൽ കുത്തി വൃത്തിയാക്കുകയും ചെയ്യണം. പല്ല് അവിടെ ഇവിടെ ദ്വാരങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് പല്ലിൽ കുത്തി വൃത്തിയാക്കി ബ്രഷ് ചെയ്ത് വായ ഒന്ന് ശുദ്ധിയാക്കണം. എന്തിനാണത്? കാരണം അത്താഴ സമയത്ത് നമ്മൾ കഴിച്ച അല്ലെങ്കിൽ രാത്രി സമയത്ത് കഴിച്ച ഭക്ഷണത്തിന്റെ വല്ല അവശിഷ്ടങ്ങളും പല്ലിന്റെ ഇടയിൽ ബാക്കിയായിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നോമ്പിന്റെ സമയത്ത് പ്രഭാതത്തിന് ശേഷം ആ ഭക്ഷണത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുന്ന തുപ്പുനീര് നമ്മൾ വിഴുങ്ങിയ നോമ്പ് മുറിയും. അങ്ങനെയാണ് ഫുഖഹ പറഞ്ഞിട്ടുള്ളത്. വായന്റെ പല്ലുകൾക്കിടയിൽ വല്ല ഭക്ഷണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വേർതിരിച്ചെടുത്ത് തുപ്പാൻ കഴിയുന്നതോടുകൂടെ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അരികിലൂടെ സഞ്ചരിക്കുന്ന തുപ്പുനീര് നാം വിഴുങ്ങിയ നോമ്പ് മുറിയും. അതുകൊണ്ട് അക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫജ്റിന്റെ മുമ്പ്, സുബ്ഹിന്റെ മുമ്പായിട്ട് ജനാബത്ത് കുളി മറ്റൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുക. രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഖലനമുണ്ടായി അവനക്ക് ജനാബത്ത് വലിയ അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് ഫജ്റിന്റെ മുമ്പ് സുബ്ഹിക്ക് മുമ്പ് തന്നെ അത്താഴ സമയത്ത് തന്നെ കുളിച്ചിട്ട് ശുദ്ധിയാവുക. അതിൽ 2 കാരണമുണ്ട്. ഒരു കാരണം, കുളിയെ പകൽ സമയത്തേക്ക് പിന്തിക്കുമ്പോൾ ആ പിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം കടന്നാൽ കരുതി കൂട്ടി അല്ലെങ്കിൽ മുറിയില്ലെങ്കിൽ നിർബന്ധമായ കുളി നിർബന്ധമായ കുളിയിൽ മുങ്ങി കുളിക്കുന്നില്ലെങ്കിൽ അറിയാതെ ഉള്ളിലേക്ക് പോയാൽ വെള്ളം മുറിയില്ലെങ്കിലും ഒരു സൂക്ഷ്മത നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ വെള്ളം ഉള്ളിലേക്ക് മറ്റോ പ്രവേശിക്കാതിരിക്കാനാണ് ഒന്ന് രാത്രി തന്നെ കുളിക്കണം എന്ന് പറഞ്ഞു. 2ാമത്തെ കാരണമാണ് പ്രധാനം. 2ാമത്തെ എന്താണ്? അവന്റെ നോമ്പ് മുഴുവനും ശുദ്ധിയോടുകൂടിയാവുക എന്നതാണ്. ഫജ്ർ മുതൽ തന്നെ ശുദ്ധിയോടുകൂടി നോമ്പുകാരനാവുക. ജനാബത്തോടുകൂടി നോമ്പുകാരനായാലും നോമ്പിന് തകരാറൊന്നുമില്ല, നോമ്പ് സഹിയാകും. പക്ഷെ നോമ്പിന്റെ പൂർണ്ണതക്ക് അത് ഭംഗം വരുത്തും. അതുകൊണ്ട് ശുദ്ധിയോടുകൂടി തന്നെ നോമ്പായിരിക്കുക. വലിയ അശുദ്ധി ഒഴിവാക്കിക്കൊണ്ട് നോമ്പായിരിക്കുക. വലിയ അശുദ്ധിയുള്ള ആളെ തൊട്ട് റഹ്മത്തിന്റെ മലായികത്തുകൾ പോലും വിട്ടു നിൽക്കുന്നതാണല്ലോ. പിന്നെ നമ്മൾ ഉതുണ്ടാക്കി കിടക്കുകയാണെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാം. ജനാബത്തുള്ള ആള് ആ ജനാബത്തോട് കൂടി കിടക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കൾ വിട്ടു നിൽക്കുന്ന, അപ്പം ഉതുണ്ടാക്കിയിട്ട് ഒന്ന് ശുദ്ധിയൊക്കെ വരുത്തി ഉതുണ്ടാക്കി കുളിച്ചിട്ടില്ലെങ്കിലും ഉതുണ്ടാക്കി കിടന്നാൽ ആ പോരായ്മ, ആ ന്യൂനത അതുകൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാലും ശുദ്ധിയോടുകൂടി തന്നെ നോമ്പായിരിക്കുക എന്നത് വളരെ നല്ലതാണ്, ശ്രദ്ധമാണ്. അതിന് ഫജ്റിന് മുമ്പായിട്ട് കുളിക്കുക. 3 സുന്നത്തുകൾ. 3ാമത്തേത് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാതിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാതിരിക്കാൻ കാരണം കൊമ്പിയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നോമ്പുകാരൻ എന്നുള്ള നിലക്ക് അവന്റെ വായിൽ പ്രത്യേക ഒരു വാസന വരും.
ഒരു ഇബാദത്തിന്റെ അടയാളമാണത്. ആ ഇബാദത്തിന്റെ അടയാളം നമ്മൾ നീക്കം ചെയ്യാൻ പാടില്ല. അത് അള്ളാഹുവിനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യാൻ പാടില്ല എന്ന്, കറാഹത്താണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുകയോ അല്ലെങ്കിൽ മറന്നുകൊണ്ട് അവൻ ദുർഗന്ധവാസനയുള്ള ഉള്ളി പോലത്തെ മറ്റു വല്ലതും ഭക്ഷിക്കുകയോ ചെയ്താലോ അപ്പോൾ ഒരു ബ്രഷിയൽ സുന്നത്തുണ്ടോ? രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിൽ ഇമാമിങ്ങൾക്കിടയിൽ കാണുന്നത്. രണ്ടും വരപ്പെട്ട അഭിപ്രായങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അവൻ ഉറങ്ങിയാലും മറന്നുകൊണ്ട് ഭക്ഷണ വസ്തുക്കൾ എന്തെങ്കിലും കഴിച്ചാലും മിസ്വാക്ക് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ആ സ്ഥാനത്ത് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം ഉറങ്ങുകയോ അല്ലെങ്കിൽ ദുർഗന്ധവാസനുള്ളത് അറിയാതെ മറന്നുകൊണ്ട് നോമ്പുകാരൻ ഭക്ഷിക്കുകയൊക്കെ ചെയ്താൽ അവന് മിസ്വാക്ക് ചെയ്യൽ വിരോധമില്ലെന്നും അവൻ മിസ്വാക്ക് ചെയ്യണമെന്നുമാണ് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടഭിപ്രായങ്ങൾ അവിടെ കാണാം. അതുപോലെ തന്നെ മറ്റ് സുന്നത്തുകൾപ്പെട്ടൊരു സുന്നത്താണ്, ഹലാലാണെങ്കിലും അനുവദനീയമാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. ശരീര ആഗ്രഹങ്ങളും ഷഹവാത്തുകളും ഹലാലായിരിക്കും എന്നാലും ഒഴിവാക്കുക. ഉദാഹരണം, നല്ലൊരു പൂവ് കണ്ടാൽ ഒന്ന് വാസനിക്കണം നമുക്ക് തോന്നും, അത് ഒഴിവാക്കുക. അപ്പോൾ വാസനിക്കാതിരിക്കുക, അത് ഒഴിവാക്കുക. അത് ശരീരത്തിന്റെ ഒരു ആഗ്രഹമാണല്ലോ. അതേപോലെ തന്നെ സുഗന്ധം പുരട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഗന്ധം പുരട്ടുക അത് നമുക്കുള്ള ഇഷ്ടപ്പെട്ട സംഗതിയാണ്, ഹലാലുമാണ്, സുന്നത്തുമാണ്. പക്ഷെ നോമ്പ് കാലത്ത് അത് വേണ്ട, പകലിൽ വേണ്ട. അതേപോലെ തന്നെ വാസനയുള്ള സോപ്പ് തേക്കുക. നല്ല വാസന അങ്ങനെ അടിച്ചു വീശുന്ന, കുളിച്ചാലും കഴുകിയാലും പോവാതെ വാസന നിലനിൽക്കുന്ന നിലക്കുള്ള സോപ്പുകളുണ്ട്. കഴുകിയാൽ പോകുന്നതാണെങ്കിൽ പിന്നെ അപ്പം അതാണ്ട് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കാം. കഴുകിയാലും പോവാതെ വാസന നിലനിൽക്കുന്ന ചില സോപ്പുകളൊക്കെ ഉണ്ട്. അത്തരം സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് പകൽ കൂടുതൽ സമയം ഉറങ്ങാതിരിക്കുക. കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ക്ഷീണമൊക്കെ തീരാൻ കുറച്ചൊക്കെ ഉറങ്ങാമെങ്കിലും നോമ്പുകാരന്റെ ഉറക്ക് ഒരു ആരാധനയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിലും പകൽ കൂടുതൽ സമയം ഉറങ്ങാതിരിക്കുക. കാരണം നോമ്പിന്റെ ഒരു പ്രധാന ഉദ്ദേശം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ആ ഉദ്ദേശം എന്താണ്? നോമ്പിലൂടെ വിശപ്പിന്റെ കാഠിന്യം അറിയണം. അത് മുഖേന പാവങ്ങളെ അവനക്ക് ഓർക്കാൻ അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവനക്ക് വണ്ണമായി കാണാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അത് മുഖേന അവനെ അത് സഹായിക്കും എന്നതാണ്. ഈ ഒരു ഫലം, ഈ ഒരു ഉദ്ദേശം കൂടുതൽ സമയം പകൽ ഉറങ്ങിയാൽ അവനക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെയുള്ള കുക്ലുസാറ്റ്, പകൽ സമയത്ത് കുക്ലുസാറ്റ്, ക്ഷീണം തീർക്കാൻ വേണ്ടി നോമ്പുകാരന് കുക്ലുസാറ്റ്, രോഗം ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്, അത് നോമ്പിന്റെ ഈ ഉദ്ദേശം നഷ്ടപ്പെടുത്തും. കാരണം വിശപ്പ് സഹിച്ചാൽ വിശപ്പിന്റെ വിഷമം എന്താണെന്നൊന്ന് അറിയണം. അപ്പോൾ അവന് പാവങ്ങളെ ഓർമ്മ വരും. ഈ വിശപ്പ് സഹിക്കുന്ന പാവങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മ അവന്റെ മനസ്സിൽ വരും. അപ്പോൾ പാവങ്ങളെ സഹായിക്കാൻ അത് പ്രേരിപ്പിക്കും. മാത്രമല്ല അള്ളാഹു തആല അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹം, ആ അനുഗ്രഹത്തെ വണ്ണമായി കാണാനും അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അവനത് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. ഇതൊക്കെ നോമ്പിന്റെ പ്രത്യേകമായ സുന്നത്തുകളാണ്. അതുപോലെ മറ്റൊരു സുന്നത്താണ് അത്താഴം കഴിവതും പിന്തിക്കുക. അത്താഴം നേരത്തെ കഴിച്ച് കിടക്കുന്നവരുണ്ട്. 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കൊക്കെ കഴിച്ച് പിന്നെ ഉറക്ക് ഷീപ്പാക്കാനാവില്ല എന്നും പറഞ്ഞിട്ട് ഒന്നിച്ചിട്ട് കടത്തം കഴിക്കുന്നത്. അങ്ങനെയല്ല, അത്താഴം കഴിവതും പിന്തിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്താഴത്തിന്റെയും ബാങ്ക് കൊടുക്കുന്നതിന്റെ അത്താഴ വിരാമത്തിന്റെയും സുബിഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ 10 മിനിറ്റ് സമയം അത് വേണമല്ലോ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഏതായാലും വേണം. 10 മിനിറ്റാണ് അതിന്റെ അല്ലാഹു റസൂലൊക്കെ കാണിച്ചു തന്ന മാതൃക. ഒരു 10 മിനിറ്റ് സമയം ഒഴിവുണ്ടാകുന്ന വിധത്തിൽ അത്താഴം കഴിവതും പിന്തിക്കുകയാണ് വേണ്ടത്. അത് നോമ്പിന്റെ ഒരു പ്രധാനമായ സുന്നത്താണ്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക. അതായത് മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക. പിന്നെ നോമ്പ് തുറക്കുന്നതിനെ പിന്തിക്കാൻ പാടില്ല. നോമ്പ് തുറക്കുന്നത് ഉളരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിസ്കാരത്തേക്കാൾ വരെ നോമ്പ് തുറക്കലിനെ മുന്തിക്കണം. നിസ്കാരത്തേക്കാൾ വരെ. അതുകൊണ്ടായിരിക്കണം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മുഅദ്ദിനുമാർ, മുഖ്രിമാർ നോമ്പ് തുറന്നിട്ടേ ബാങ്ക് കൊടുക്കുള്ളൂ. ബാങ്ക് നിസ്കാരത്തിന്റെ ഒരു സുന്നത്തിൽപ്പെട്ടതല്ലേ. അപ്പൊ ആ ബാങ്ക് വരെ അവരെന്ത് ചെയ്യും? നോമ്പ് തുറക്കുന്ന അതിനേക്കാൾ മുന്തിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിസ്കാരത്തേക്കാൾ വരെ അതിനെ മുന്തിക്കണം. എത്രത്തോളം?
നോമ്പ് തുറപ്പിക്കൽ ഉളരിപ്പിക്കുന്നത് കാരണം നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത്, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം എത്തിക്കുക എന്ന ആ ഫളീലത്ത് മഹത്വം നഷ്ടപ്പെട്ടാലും, അതുപോരാ ജമാഅത്ത് തന്നെ നഷ്ടപ്പെട്ടാലും നിസ്കാരത്തെക്കാളും നോമ്പ് തുറക്കുന്നതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് നമ്മുടെ ഫുഖഹാ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പിന്റെ പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.